ഹായ് ഗൈസ്, എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാ ക്രിക്കറ്റ് പ്രേമികൾക്കും വേണ്ടിയിട്ടാണ്. ക്രിക്കറ്റ് പ്രേമികളോട് വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ മാച്ചസിൻ്റെ റിവ്യൂ, ടീം, എൻ്റെ സമഗ്ര വിശകലനം, ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ICCയുടെ ഈ പുതിയ ഇവൻറ്റ് ചാമ്പ്യൻസ് ട്രോഫി 2025. അപ്പോൾ അതേ ഇവൻറ്റ് 19 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ടീം പുറപ്പെട്ട് കഴിഞ്ഞു. കുറച്ചാൾ മുമ്പ് നമ്മുടെ ധോണിയും പിള്ളേരും കപ്പെടുത്തതായിരുന്നു. കഴിഞ്ഞ വട്ടം വെച്ചാൽ നമ്മുടെ കൈവിട്ട് പോയി, അത് പാകിസ്ഥാന് പോയി. വളരെയധികം നിരാശ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. അപ്പം അത് നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മുടെ ടീം പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ആ ടീം സമഗ്ര വിശകലനവും അതിൻ്റെ പോരായ്മകളും, പിന്നെ ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഷെഡ്യൂള്, മാച്ചസ്, അതിനെ പറ്റിയൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം അതിന് മുമ്പ് പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇത്തവണത്തെ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 നടക്കുന്നത് പാകിസ്ഥാനിൽ വെച്ചാണ്. ഫുള്ള് പാകിസ്ഥാനിലായിരുന്നു അതിൻ്റെ മാച്ചും കാര്യങ്ങളെല്ലാം, ഫിക്സർ എല്ലാം പ്ലാൻ ചെയ്തിരുന്നത് പാകിസ്ഥാൻ വെച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഇന്ത്യ പോകത്തില്ല, പങ്കെടുക്കത്തില്ല, പാകിസ്ഥാനിൽ മാച്ച് കളിക്കത്തില്ല എന്നൊരു, നിങ്ങൾക്കറിയാമല്ലോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാൻ ഒരു ഹൈബ്രിഡ് രീതിയിലാണ് അത് മുമ്പ് നടത്തിയിട്ടുണ്ട്. അതേപോലെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. അതായത് നമ്മുടെ ഇന്ത്യയുടെ മാച്ചസ് മൊത്തം UAE വെച്ചാണ്. അപ്പം അവിടുത്തെ പിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് മാച്ചിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യ UAE പിച്ചസിൽ അധികം കളിച്ചിട്ടില്ല. കൂടുതലും കളിച്ചേക്കുന്നത് പാകിസ്ഥാനാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ മാച്ചസ് ഈയിടെയാണ് നടത്താൻ തുടങ്ങിയത്. അതുവരെ ഈ ഭീകര ആക്രമണവും അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ കാണാം. അന്ന് ശ്രീലങ്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വെച്ചുകൊണ്ടാണ് മാച്ചസ് ഒന്നും നടത്തിയിരുന്നില്ല, ഒരു ടീമും പോകത്തില്ലായിരുന്നു. അപ്പം ഇവരുടെ മാച്ചസ് എല്ലാം നടത്തിയിരുന്നത് UAE വെച്ചിട്ടായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അവർക്കത് ഹോം ഗ്രൗണ്ട് പോലെയായി പാകിസ്ഥാന്. പക്ഷെ ബാക്കിയുള്ള ഇന്ത്യ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടീംസിന് പിന്നെയും ഒരു ആ പിച്ചസുമായിട്ട് നല്ലൊരു ഇതാണ്, അവർക്ക് കളിച്ച് പരിചയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനായിട്ട് മാച്ച്, അവർക്ക് ഇന്ത്യക്കാണെങ്കിൽ പാകിസ്ഥാനായിട്ട് മാച്ചസ് ഒന്നും ഇല്ല. പക്ഷെ ബാക്കിയുള്ള ടീമുകൾക്ക് പാകിസ്ഥാനായിട്ട് മാച്ചസ് ഉണ്ടായിരുന്നു. അവർ UAE വെച്ചിട്ട് കുറേ ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ആണെങ്കിൽ ICC ഇവൻറ്റിൽ മാത്രം, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് UAE വെച്ചിട്ട് ഇതണക്ക് കളിച്ചിട്ടുള്ളൂ. ആ ഒരു പരിചയമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, UAE വെച്ചിട്ട് കുറേ മാച്ചസിൽ എല്ലാം ഒന്നും ജയിച്ചിട്ടില്ല, ശ്രീലങ്കയോട്ടും ഒക്കെ തോറ്റിട്ടുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി. എൻ്റെ അഭിപ്രായത്തിൽ ഇച്ചിരി പാടായിരിക്കും, ടഫായിരിക്കും. പിന്നെ നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഗ്രൂപ്പ് ഘട്ടങ്ങളും, അത് ഗ്രൂപ്പിൽ ഏതൊക്കെ ടീം ഉൾപ്പെടുന്നത്, അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അപ്പം ചാമ്പ്യൻസ് ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നത് 19-ാം തീയതിയാണ്. പാകിസ്ഥാനും ന്യൂസിലൻഡുമാണ് ഫസ്റ്റ് മാച്ച് തുടങ്ങുന്നത്. ഫസ്റ്റ് മാച്ച് കറാച്ചിയിൽ വെച്ചിട്ടാണ്. പറഞ്ഞ പോലെ പാകിസ്ഥാനും ന്യൂസിലൻഡുമാണ്. പിന്നെ അതേപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു പ്രൈസ് സ്ട്രക്ചർ ഞാൻ പറയുകയാണെങ്കിൽ, പ്രൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് വിന്നർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 20 കോടി ആണ്, ഇന്ത്യൻ റുപ്പീസാണ് പറയുന്നത്. 20 കോടിയാണ് കിട്ടുന്നത്. അതായത് സെക്കൻഡ് വിന്നർപ്പിന് 10 കോടിയാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രൈസ്, മുമ്പത്തെ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഫസ്റ്റ് മാച്ച് വന്നിരിക്കുന്നത്. അത് UAE വെച്ചിട്ടാണ്. ഇന്ത്യയുടെ മാച്ച് എല്ലാം UAE വെച്ചിട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് A ഉണ്ട്, ഗ്രൂപ്പ് B ഉണ്ട്. ഗ്രൂപ്പ് Aയിൽ എന്ന് പറയുന്നത് വരുന്ന ആ ടീമുകൾ എന്ന് പറയുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡ്, പാകിസ്ഥാൻ. ഈ 4 ടീമുകൾ ആണ് ഗ്രൂപ്പ് Aയിൽ വരുന്നത്. ഗ്രൂപ്പ് Bയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ സൗത്ത് ആഫ്രിക്ക. ഗ്രൂപ്പ് Bയിൽ വരുന്നത്. അപ്പം രണ്ടും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ടഫ് തന്നെയാണ് ഗ്രൂപ്പുകൾ. ടഫ് മത്സരം തന്നെയായിരിക്കും, ടഫ് മാച്ചസ് തന്നെയായിരിക്കും വരുന്നത്. പിന്നെ ഗ്രൂപ്പ് Aയുടെ എടുക്കുകയാണെങ്കിൽ കൂടുതലും ഇപ്പം നോക്കിയാൽ ഈയിടെയായിട്ട് മാച്ച് കളിച്ചവരൊക്കെയാണ് ഇന്ത്യക്ക് വരുന്നത്. പിന്നെ പാകിസ്ഥാൻ ഒഴിച്ച് മറ്റൊരു ഏകദേശം അങ്ങനെ കളിച്ചിട്ടില്ലെങ്കിലും കുറച്ച് നാൾ മുമ്പ് ഓഡീസൊക്കെ കളിച്ചിട്ടുള്ളവരാണ്. പിന്നെ ശ്രീലങ്കയില്ല. എനിക്കതാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ശ്രീലങ്കയില്ല. ഏഷ്യൻ വിന്നേഴ്സാണ്, ഇന്ത്യ തോപ്പിച്ച് കപ്പ് നേടിയവരാണ്. അവരില്ലാതെ പോയതാണ് ഒരു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ വരുന്നതിൻ്റെ ഒരു ഇത് അറിയാമായിരിക്കുമല്ലോ, ടീം എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. അതുകൊണ്ടൊക്കെയാണ് ശ്രീലങ്ക ഇല്ലാതായി പോയത്. ഗ്രൂപ്പ് Aയിലും Bയിലും ആ മത്സരങ്ങളിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ മാച്ചസ് കാണും. അതിൽ ആദ്യത്തെ 2 സ്ഥാനക്കാർ, ആ 2 സ്ഥാനക്കാർ സെമി ഫൈനലിലോട്ട് പോകും.
അപ്പോൾ ഗ്രൂപ്പ് എയിലുള്ള ഫസ്റ്റും ഗ്രൂപ്പ് ബിയിലുള്ള സെക്കൻഡ് ടീമായിട്ടായിരിക്കും മത്സരം. അതേപോലെ തന്നെ നേരെ തിരിച്ച് ഗ്രൂപ്പ് ബിയിലുള്ള ഫസ്റ്റും ഗ്രൂപ്പ് എയിലുള്ള സെക്കൻഡും ആയിട്ടായിരിക്കും മത്സരം. അവർ തമ്മിലുള്ള മാച്ചസ് കളിച്ച് അതിൽ ജയിക്കുന്നവരായിട്ടായിരിക്കും ഫൈനൽ നടക്കുന്നത്. അതായിരിക്കും അതിൻ്റെ ഒരു രീതിയിൽ. പിന്നെ ഇന്ത്യയാണ് വരുന്നെങ്കിൽ ഫൈനൽ മിക്കവാറും UAE വെച്ചിട്ടാണ് നടത്തത്തുള്ളൂ. മറ്റേതാണെങ്കിൽ വേറെ ടീമുകളാണ് വരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ വെച്ചായിരിക്കും നടത്തുന്നത്. ഓക്കെ, നമുക്ക് ഇന്ത്യൻ ടീം ഘടനയിലേക്ക് വരാം. അപ്പോൾ മൊത്തം ടീം മെമ്പേഴ്സ് ഞാൻ ആദ്യം പറയാം. രോഹിത്, ഗില്ല്, കോഹ്ലി, ശ്രേയസ്, രാഹുൽ, ഹർദിക് പാണ്ഡ്യ, ജഡേജ, അസർ, വാഷിംഗ്ടൺ സുന്ദർ, പിന്നെ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ്, ഷമി, പിന്നെ ഹർഷിത് റാണ, അപ്പം ഋഷഭ് പന്ത്. അപ്പോൾ 15 അംഗ ടീമാണ്. അതിൽ എൻ്റെ ഒരു ഏകദേശം പ്ലേയിങ് 11 മിക്കവാറും കാണാൻ മോസ്റ്റ്ലി പ്രോബിലിറ്റി ചാൻസ് ഉള്ള ആളുകളുടെ നമ്പേഴ്സ് ഞാൻ പറയാം. ഫസ്റ്റ് ഓപ്പണിങ്ങിൽ വരുന്നത് ഗില്ലും രോഹിത്തും ആയിരിക്കും. പിന്നെ തേർഡ് വരുന്നത് കോഹ്ലി ആയിരിക്കും. മൂന്നാമതായിട്ട് ഇറങ്ങുന്ന കോഹ്ലി ആയിരിക്കും. മിഡിലിൽ വരുന്നത് ശ്രേയസും ഹർദിക് പാണ്ഡ്യ വരും. പിന്നെ രാഹുൽ കാണും. ഇവർ മൂന്നുപേരായിരിക്കും മിഡിലിൽ വരുന്നത്. പിന്നെ വരുന്നത് അസർ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ, അവർ മാറി വരാം. പിന്നെ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, അവർ മാറി വരാം. പിന്നെ മോസ്റ്റ്ലി ഋഷഭ് പന്ത് വരാൻ ചാൻസ് കാണത്തില്ല. രാഹുലായിരിക്കും കൂടുതലും വരാൻ ചാൻസ്. രാഹുലിന് എന്തെങ്കിലും പരിക്ക് വരുവാണെങ്കിലായിരിക്കും ഋഷഭ് പന്ത് വരിക. പിന്നെ അതേപോലെ തന്നെ ഹർഷിത് റാണ എനിക്ക് ബുംറയ്ക്ക് പകരക്കാരനായിട്ട് ഇറക്കിയതാണ്. ബുംറയ്ക്ക് പരിക്കായപ്പോൾ പകരക്കാരനായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ബുംറയ്ക്ക് പകരക്കാരനായിട്ട് ഹർഷദീപ് ആയിരുന്നു വന്നത്. പക്ഷെ ബുംറ ഇല്ലെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഹർഷദീപ് അകത്തോട്ട് പോയോ ബുംറയ്ക്ക് പകരക്കാരനായി എന്ന രീതിയിൽ ഹർഷിത് റാണ വരുന്നത്. മിക്കവരും പറയുന്നത് ബുംറയ്ക്ക് പകരക്കാരനായിട്ട് ഹർഷിത് റാണയെ കയറ്റി എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹർഷദീപ് കയറിയെ പറ്റിയ പകരത്തിനായിട്ട് ഹർഷിത് റാണയെ കയറ്റി എന്നുള്ളതേ ഉള്ളൂ. ബുംറയ്ക്ക് പകരമായിട്ട് വന്നതല്ല. അങ്ങനെ ഒരു സെലക്ഷൻ എടുക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ ഹർഷിത് റാണ, ഷമി, പിന്നെ ഹർഷദീപ് സിംഗ്, ഇവരിത്രയുമാണ് 15 അംഗ ടീം. അതിൽ മോസ്റ്റ്ലി പേസർമാർ വരാൻ ചാൻസ് ഹർഷദീപും ഷമിയായിരിക്കും. പിന്നെ UAE പിച്ച് നിങ്ങൾക്ക് അറിയാം, കൂടുതലും സ്പിന്നിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് 5 സ്പിന്നർമാരെയാണ് ഇതിലിട്ടേക്കുന്നത്. 2 ഓൾറൗണ്ടേഴ്സാണ്, ജഡേജയും അസറും. പക്ഷെ 5 ഓൾറൗണ്ടേഴ്സിന് ഉൾപ്പെടുത്തിയിട്ട് 5 പേര് സ്പിന്നേഴ്സ് ഉണ്ട്. കാര്യം അതുകൊണ്ടാണ് ഇത് കണക്ക് സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ പേസ് നിരയിൽ നോക്കുകയാണെങ്കിൽ ഹർഷദീപ് സിംഗും ഷമിയായിരിക്കും മോസ്റ്റ്ലി വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇടയിൽ ഹർഷിത് റാണയും കയറ്റും. കാര്യം കഴിഞ്ഞ സീരീസിലൊക്കെ വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും വലിയൊരു പ്രകടനമല്ല നടത്തിയത്, നല്ല വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹർഷദീപിൻ്റെ കാര്യം എനിക്ക് കൂടുതൽ 2020-ലൊക്കെ ഓടിയിൽ അത്ര ഇതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നോക്കാം ഇങ്ങനെ ആവുമെന്ന്. അപ്പോൾ നമുക്ക് ടോപ്പ് ഓർഡർ ചെയ്യുന്ന വരാം. ഫസ്റ്റ് ഗില്ലിൻ്റെ ഈ ഇടയ്ക്കായിട്ടുള്ള പെർഫോമൻസ് എല്ലാം ഓടിയിൽ നല്ല ടോപ്പ് ലെവലാണ്. എനിക്കറിയാം ന്യൂസിലൻഡായിട്ടുള്ള കളിയിലെല്ലാം ആൾ നല്ല ഫോമിലാണ്. ആളുടെ നോക്കിങ് തന്നെ പ്രത്യേക ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. ടക്ക് 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 എന്ന് അടിക്കുന്നത്. അപ്പം അത് കേൾക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമാണ്. നല്ല ഒരൊറ്റ പഞ്ചേ കൊടുക്കത്തുള്ളൂ. ആ ഫോഴ്സിൽ ഒരു പഞ്ച് കൊടുത്ത് അവിടെ നിർത്തും. നേരെ ബൗണ്ടറിയിലോട്ട് പോകുന്ന പോക്കാണ് ബോൾ. അപ്പോൾ അത് നല്ല രസമാണത് കാണാൻ. പിന്നെ രോഹിത് ഫോമിലായിട്ടുണ്ട്. സെഞ്ചുറി അടിച്ചായിരുന്നു മുമ്പ്. ഒരു മാച്ചിൽ സെഞ്ചുറി അടിച്ച്. പിന്നെ അടുത്ത 2 മാച്ചിലും വലിയ സ്കോർ ചെയ്തില്ല. എന്നാലും ഫോമിൽ വന്നതിൻ്റെ നമുക്കൊരു ഇതുണ്ട്. പിന്നെ ഓടിയിലൊന്നും കുഴപ്പമില്ല. ആള് ടെസ്റ്റിലും ഒക്കെ ആളുടെ ഒരു പ്രശ്നമുള്ളത്. അത് ഓടിയിൽ ആൾ നല്ല ഫോമിൽ തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനൊന്നും പറയാനേ ഇല്ല. പിന്നെ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നത് കോഹ്ലിയാണ്. കോഹ്ലി ഇപ്പോൾ ഫോം ഔട്ട് ആണ്. ലാസ്റ്റ് മാച്ചിൽ ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഫോമിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ICC എല്ലാ ഇവന്റ് മത്സരങ്ങളിലും മാച്ചസിലും ആൾ ഫോമിൽ വരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ കോഹ്ലിയെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും ഫോമിൽ വരാം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും കാണത്തില്ല. അതുകൊണ്ട് കോഹ്ലി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ശ്രേയസ് ഒരു അന്യായ ഫോമില്ല. സത്യം പറഞ്ഞാൽ ശ്രേയസിന് എന്തിനാണ് കഴിഞ്ഞ ഇതിലൊക്കെ വെളിയിലെത്തിയെന്ന് എനിക്ക് അറിയാൻ വയ്യ. സത്യം പറഞ്ഞാൽ നല്ല ഫോമിലുള്ള വ്യക്തി. പരിക്കായിരുന്നു. പരിക്കഴിഞ്ഞ് വന്നിട്ടും ആളെ ആരും മൈൻഡ് ചെയ്തില്ല. ആൾ നെയ്മേ പറഞ്ഞു കേട്ടില്ല എന്നുള്ളതാണ് അതിശയം. ശ്രേയസ് നല്ല ഫോമിലാണ്. അടിച്ച് എല്ലാ മാച്ചസിലും നല്ല സെഞ്ചുറിയും ഹാഫ് സെഞ്ചുറി എല്ലാം അടിച്ച് നല്ല ഫോമിലാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് മധ്യതരം നമുക്ക് നോക്കേ വേണ്ട, സെറ്റാണ്. പിന്നെ രാഹുലും നല്ല ഫോമിൽ വന്നിട്ടില്ല, പക്ഷെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും തരക്കേടില്ലാത്ത ഇതൊക്കെ നോക്കൊക്കെ ചെയ്യുന്നുണ്ട് ആള്. പിന്നെ രാഹുൽ കീപ്പിംഗ് നല്ല, എനിക്കൊന്ന് ബാറ്റിങ്ങിലോട്ട് നല്ല കീപ്പിംഗ് ഇപ്പം ഒരുവിധം ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഋഷഭ് പന്ത് ഇപ്പോൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ രാഹുൽ ഇട്ടേക്കുന്നത്. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഋഷഭ് പന്തിനെ അതിനായിട്ടാണ് ഋഷഭ് പന്തിനെ നമ്മൾ ബെഞ്ചിൽ ഇട്ടേക്കുന്നത്.
ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ, ഹാർദിക് പാണ്ഡ്യ. പിന്നെ ഇവർ രണ്ടുപേരും നമുക്ക് ഹാർദിക് പാണ്ഡ്യ ആണെങ്കിലും നല്ല ഫോമില, രവീന്ദ്ര ആണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും നല്ല ഫോമില. പിന്നെ ഹാർദിക് പാണ്ഡ്യ ബൗളിങ്ങിൽ ഇച്ചിരി തട്ട് കിട്ടുന്നുണ്ട്, തല്ല് കിട്ടുന്നുണ്ട്, എന്നാലും വിക്കറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്, ബാറ്റിങ്ങിൽ നല്ല പെർഫോമൻസും ഉണ്ട്. പിന്നെ അസർ പട്ടേൽ കഴിഞ്ഞ മാച്ചസിലെല്ലാം അസർ പട്ടേലിനെ പൊസിഷൻ കയറ്റിയിട്ടാണ് ഇറക്കുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്, നല്ല നോക്കിംഗ് കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ്. ആൾ നല്ല അടിക്കുകയും ചെയ്യുന്നുണ്ട്, റൺസും കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ബാറ്റിങ്ങിൽ നല്ല ഫോമിലാണ് ആള്. അപ്പോൾ അത് നല്ലൊരു തീരുമാനമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബൗളിങ്ങിലും കുഴപ്പമില്ലാത്ത പ്രകടനം നടത്തുന്നു. പിന്നെ UAE പിച്ചേഴ്സ് ആയതുകൊണ്ട് നല്ല സ്കോപ്പ് ഉണ്ടാകും. കുൽദീപ് യാദവിനെ എല്ലാവർക്കും അറിയാം, നല്ലൊരു എബിലിറ്റിയുള്ള ടോപ്പ് സ്പിന്നറാണ്, മാജിക്കൽ സ്പിന്നറാണ്. അതേപോലെ തന്നെ വരുൺ ചക്രവർത്തിയും നമുക്ക് 2020 കണ്ടതാണ്, ന്യൂസിലൻഡായിട്ടുള്ളതും ഓഡിയിലെല്ലാം കണ്ടതാണ്. നല്ല കിടിലം പെർഫോമൻസ് ആയിട്ടാണ് ആൾ നിൽക്കുന്നത്, നല്ല ഫോമിലാണ് ആൾ നിൽക്കുന്നത്. അതുപോലെ കുൽദീപ് യാദവ് ഫോമിലല്ല, എപ്പോൾ വേണമെങ്കിലും വരും ആൾ. പിന്നെ UAE പിച്ചസ് ആണ്, ആൾക്ക് നല്ല സ്കോപ്പ് ഉണ്ട്. ആളുടെ കറങ്ങിത്തിരിയുന്ന വെട്ടിത്തിരിയുന്ന പന്തൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ്, കറക്കും ആൾക്കാരെ. അപ്പം ആള് ഫോമിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും മാറി മാറി വരാം ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ജഡേജ പറഞ്ഞല്ലോ. അപ്പോൾ അർഷദീപും ഷമിയും രണ്ട് പേസർമാർ. നമ്മൾ ഹാർദിക് പാണ്ഡ്യ നമ്മൾ തൽക്കാലം പേസറായിട്ടാണ് കൂട്ടിയേക്കുന്നത്. അപ്പോൾ 3 പേസർ വരും. നല്ല മോസ്റ്റ്ലി അർഷദീപും ഷമിയായിരിക്കും പേസിങ്ങിൽ മുമ്പിൽ നിൽക്കുന്നത്, ഓപ്പൺ ചെയ്യുന്നതും. അർഷദീപും ഷമി അവർ തമ്മിലായിരിക്കും സ്പെൽ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഷമി ആളുടെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ടില്ല. വിക്കറ്റ് എടുത്തിട്ടുണ്ട്, 2-3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾ നല്ല ഫോമിലോട്ട് എത്തിയിട്ടില്ല. ഈ ഇവന്റിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നല്ലൊരു, പിന്നെ UAE നല്ല ആക്കും പറ്റുന്നൊരു പിച്ചാണ്. അതുകൊണ്ട് ഫോമിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അർഷിത് റാണ, ഈ അർഷദീപിന് പകരം ചിലപ്പോൾ അർഷിത് റാണയ്ക്ക് ഏതെങ്കിലും 2-3 മാച്ചസിൽ കയറ്റും. അപ്പം അങ്ങനെ കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം വിക്കറ്റ് ടേക്കിംഗ് ഉണ്ട് ആള്. പിന്നെ റൺസ് ഇച്ചിരി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്ക്വാഡ് അനാലിസിസ്. അപ്പം നല്ല പക്ക സ്ക്വാഡാണ്. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിലും എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല. ടോപ്പ് ഫോമായി, മിഡിൽ ശ്രേയസ് ഒരു 100% ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ രാഹുലും ഒക്കെ ഒരു കുഴപ്പമില്ല, നിൽക്കുന്നുണ്ട്. പിന്നെ ഹാർദിക് പാണ്ഡ്യ അവരെല്ലാം ഫോമാണ്, ജഡേജ എല്ലാം ഫോമാണ്, അക്സറും ഫോമാണ്. സ്പിന്നേഴ്സിനും പ്രശ്നമില്ല. പക്ഷെ പേസിങ്ങിലാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. നമുക്ക് വറി ചെയ്യാനുള്ളത് പേഴ്സണലിയിലാണ്. അർഷദീപ് പറഞ്ഞ കണക്ക് അത്ര ഓടിയിൽ അത്ര ഇതല്ല, ഫോമല്ല. പിന്നെ ഷെമി ഫോമിലോട്ട് വരണം. ബുംറയ്ക്ക് പകരം ആവത്തില്ല. ബുംറ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ടീം ഒന്ന് വിറയ്ക്കും. പക്ഷെ ഇവർക്ക് ഇനി എതിർ ടീമിന് ധൈര്യമായിട്ടൊന്ന് നോക്കിയാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. ബുംറ ഉണ്ടെങ്കിൽ ഇവരൊന്ന് പേടിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് ഒഴിവായി കിട്ടി അവർക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സ്കോഡ്. അപ്പോൾ എനിക്ക് ഒരു 85% സ്കോപ്പ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളെ കമ്പയർ ചെയ്തപ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത്, പാകിസ്ഥാനെ പേടിക്കണം. കാര്യം UAE പിച്ചാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരാണ് കൂടുതൽ എക്സ്പീരിയൻസ്ഡ്, അവരാണ് ആ പിച്ചുമായിട്ട് കൂടുതൽ ഇതായിരിക്കുന്നത്, ഇണങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ട് പോലെയാണ് അത്. പിന്നെ അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, അവർക്കും അത് ഹോം ഗ്രൗണ്ട് പോലെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും പേടിക്കണം. പിന്നെ ബാക്കി ന്യൂസിലൻഡും അവരൊക്കെ ടോപ്പ് ടീമാണെങ്കിലും നമ്മൾ ഈയിടെയായിട്ട് തോപ്പിച്ചും ഒക്കെ കളിച്ചിട്ടാണെങ്കിലും, ഇംഗ്ലണ്ട് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും തോപ്പിച്ച് നമുക്ക് അറിയാം. പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയ ശ്രീലങ്കയായിട്ട് ഇപ്പം മാച്ചസ് എല്ലാം തോറ്റിട്ട് നിൽക്കുവാണ്. അപ്പം അവർ വൈറ്റ് വാഷ് ചെയ്ത് വിട്ട് സീസിനെ. പിന്നെ ഒന്ന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് പ്ലേയേഴ്സ് ആരും ഇല്ല, അത് നോക്കണം. ബൗളിങ്ങിലാണെങ്കിലും ആരും ഇല്ല, എല്ലാവരും പരിക്കേറ്റ് പോയി. ബാറ്റിങ്ങിലും പ്രശ്നമാണ്, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഓസീസ് ടീമിനെ എപ്പോഴായാലും വയ്ക്കണം എന്നുള്ളതാണ്. എത്ര അവരെ ആരൊക്കെ ഇല്ലെങ്കിലും അവർ അടിച്ചു കയറി വരും. ആ ടീമാണ് ഓസീസ് ടീം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഇപ്പം നമ്മൾ വൈറ്റ് വാഷ് ചെയ്തിട്ടാൽ പിന്നെ അവരുടേതായ ദിവസം അവർ അടിക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ വേറെ ടീം സൗത്ത് ആഫ്രിക്ക ഇപ്പം നല്ല ബെസ്റ്റ് ടീമാണ്. ഒരുവിധം കുഴപ്പമില്ല. പുതിയ 2-3 ബോളേഴ്സൊക്കെ വന്നിട്ടുണ്ട്, സൂപ്പർ ബോളിംഗ് ഒക്കെ അവർ. അപ്പോൾ അവരെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറെ ടീമാണ് ഉള്ളത്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക മിസ് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയും കൂടി വേണമായിരുന്നു, ടോപ്പായാനെ, കിടിലായിരുന്നു. പിന്നെ ഉള്ളത് ബംഗ്ലാദേശ് നമ്മൾ കുറേ നാളായി ഓടി കളിച്ചിട്ട് കുറച്ച് നാളായി. എന്നാലും അവരുടെ ടീം നല്ല സ്ട്രോങ് ടീമാണ്. ഇപ്പം നോക്കാം എങ്ങനെ ഉണ്ടെന്നും. അവർക്കും പിച്ച് UAE പിച്ച് നമ്മളെ പോലെ തന്നെയാണ്.
അത്ര പരിചിതമല്ല, എന്നാലും നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമ്മൾ ഇത്തവണ കപ്പ് പൊക്കിയിരിക്കും, പൊക്കണം. എല്ലാവരുടെ ഇന്ത്യൻ മനസ്സുകൾ അതാണ് ആഗ്രഹിക്കുന്നത്. പിന്നുള്ളത് ഫെബ്രുവരി 23-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്, ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള മാച്ച്. അപ്പോൾ ആ ഒരു മാച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവരും ആകാംക്ഷകുലരായിട്ട് കാത്തിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും പാകിസ്ഥാനും എല്ലാവരും കാണുന്ന ഒരു മാച്ചാണ് അത്. ഒട്ടും കഴിഞ്ഞ ലാസ്റ്റ് മാച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അതേപോലെ ആവട്ടെ, നല്ല കോരിത്തിരിക്കട്ടെ, ജയിക്കണം, നമുക്ക് ട്രോഫി കിട്ടണം. അപ്പോൾ ഇതേപോലുള്ള ക്രിക്കറ്റ് ന്യൂസും അനലൈസിസുമായിട്ടെല്ലാം നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ KG ടൈംസ് മലയാളത്തിലൂടെ. അപ്പം താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ